ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഡേ മൈ ലൈഫ് വീഡിയോ അല്ല ഞാൻ ചെയ്തത്, കുറച്ചായിട്ട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്നും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ചടുപ്പുണ്ടാവും, സ്വാഭാവികം, അത് എനിക്കുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു, ഇതിൻ്റെ കുറച്ച് ബാഗ് ഉണ്ട്, കുറച്ച് ബാഗ് ഇവിടെ ഉണ്ട്, കുറച്ച് ബാഗ് അവിടെ ഉള്ളത്. അപ്പോൾ ഉള്ള ബാഗെല്ലാം ഒന്ന് എന്താ പറയുക നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ എന്താ പറയുക വീഡിയോൻ്റെ പേര് മൈ ബാഗ് കളക്ഷൻ. അപ്പോൾ ബാഗൊക്കെ കാണിച്ചു തരാം. സ്വന്തമായിട്ട് വാങ്ങിയ ബാഗിൽ കുറച്ച് ഉണ്ടാവും, പിന്നെ അരമരെടുത്ത് നിങ്ങൾ ചാമ്പെടുത്ത ബാഗുകൾ കുറച്ചുണ്ടാവും. അപ്പോൾ എന്താ പറയുക ഞാൻ ബാഗൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാ സമയം പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്ലീസ് ലൈക്ക് ചെയ്യണം. അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണ്. പക്ഷെ എന്താ പറയുക, മോൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കൂടുതൽ മക്കളെ കൂട്ടി ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്താൽ അതിൽ കമൻറ്റ് ഓഫ് വരുന്നുണ്ട്. അതിലേക്കൊന്ന് കുട്ടികളെ ഇതാക്കുമ്പോൾ ഓലെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് വരുന്നത് അങ്ങനെ പറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അത് ഓഫാകുന്നത്. അല്ലാതെയുള്ള കമൻറ്റ് ഉള്ളതിനൊക്കെ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ പറയുക, എൻ്റെത് കുറച്ചൊക്കെ ഒന്ന് സുഖമായി വരുന്നുണ്ട്. ജസ്റ്റ് കാര്യത്ത് ഇങ്ങനെ ഇത്ര മാത്രമേ തിരിയും, ബാക്കി എന്നാലും ഓയത്തിൽ ഫുഡ് കഴിക്കാനും സംസാരത്തിനൊക്കെ കുറേ മാറ്റം വരുന്നുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവരെയും പ്രാർത്ഥിക്കാം മൊത്തം സുഖം വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ബാഗ് കളക്ഷൻ നമ്മൾ കാണാം, ബാഗൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ ലുക്ക്. നമുക്ക് പോകുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റൈലാക്കി പോകണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാഗ്. ഇനി നമുക്ക് സെക്കൻഡ് ബാഗ് എടുക്കാം. ഇത് സ്വന്തമായിട്ടുള്ള ബാഗുകളാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് കേട്ടോ. സെക്കൻഡ് ഇതിൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയ ബാഗാണ്. കാരണം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് സാലറി കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയിട്ട് ബാഗാട്ടത്. ഇത് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാഗാണ്. കാരണം എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി ബാഗാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ പറ്റിയ ബാഗാണ്. കാണിച്ചു കേട്ടോ, ഇട്ട് കാണിച്ചു കുറച്ച് അതാണ് സെക്കൻഡ് ബാഗ്. ഇത് കുറച്ച് സൈഡിൽ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വാഷ് ചെയ്യാനൊക്കെ പറ്റിയൊരു ബാഗ് കൊടുത്ത് ബാഗ് ചെയ്യുന്നത്. ഇതിപ്പോൾ മിക്കവാറും ഞാൻ തന്നെ ഉപയോഗിക്കേണ്ട മട്ടിലാണുള്ളത്. ഇത് മീഷോ എന്ന് വാങ്ങിയിട്ടാണ് കോംബോ ഓഫറായിട്ട് വാങ്ങിയ ബാഗാട്ടത്. ഇത് വെച്ചാൽ ഇത് നല്ലൊരു അടിപൊളിയാണ്. ഇത് നമ്മളെന്തൊക്കെ പൊടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നല്ല വാഷ് ചെയ്താൽ നല്ല അടിപൊളി ബാഗായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് മൂന്നാമത്തെ ബാഗ്, ബ്ലാക്ക് കളർ, മൈ ഫേവറേറ്റ് ആണ്. എന്തൊരു ബാഗ് അങ്ങനത്തെ എടുത്താൽ എങ്ങനെ പോയാലും ബ്ലാക്ക് കളറിലേക്കാട്ടോ എനിക്ക് ആകർഷണം കൂടുതലുണ്ടാവുക. പിന്നെ ആണെങ്കിൽ ബാഗ് കളക്ഷൻ്റെ ഒരു പ്രാന്ത് ആരും ഒഴിവാക്കി ബാഗ് ഇട്ടിട്ട് വന്നാൽ ആരെങ്കിലും ഉപയോഗിക്കേണ്ട എടുക്കുന്നത് ഞാൻ കൊണ്ടുപോട്ടെ എന്ന് വെച്ചാൽ എടുത്തത്. ഇത് എന്താ പറയുക, അതേപോലെ ഒരു ബാഗ്, അതേപോലെ പറഞ്ഞാൽ ഒരാൾ തന്ന ബാഗാട്ടോ. നല്ല അടിപൊളി ബാഗ്, എനിക്ക് ഇഷ്ടം അങ്ങനത്തെ ബാഗ്. പക്ഷെ നമ്മൾ വാങ്ങാൻ പോയാലോ റൈറ്റ് അങ്ങനെ അരമാർ തന്നാലും വാങ്ങിയത്. അപ്പോൾ ഇത് നല്ലൊരു കളറാട്ടോ, നല്ലൊരു അടിപൊളി കളറാണ്. അതുപോലെ തന്നെ ലോങ് എന്താ പറയുക ഇതല്ലേ, അത് മിസ്സായി പോയി. പക്ഷേ ഇങ്ങനെ തോൽക്കാട്ടി നല്ലൊരു അടിപൊളി കേട്ടോ. ഇത് ഉള്ളിൽ നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ ബാക്കിലും ഇതേപോലെ ഷിപ്പുണ്ട്. പിന്നെ കാണിക്കാൻ പോകുന്നത് വലിയ ബാഗുകളാണ്. ഇവിടെ യൂസ് ചെയ്യൽ ഇതല്ല ബാഗ്. വീട്ടിൽ പോകുമ്പോഴല്ല ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തും ഇത് ഉപയോഗിക്കാറുണ്ട്. ദിസ് മൈ ഫേവറേറ്റ് ബാഗ് കേട്ടോ. കാരണം കുറേ വർഷമായി, പക്ഷെ ഒരു കേടുപാട് വന്നില്ല കേട്ടോ. അത് ഇങ്ങനത്തെ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാ, എത്ര നമ്മൾ ഉപയോഗിച്ചാൽ ഇതാക്കിയാൽ ഒരു കേടും വരില്ല, നമുക്ക് അലക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഈ ബാഗിൻ്റെ എല്ലാത്തിൻ്റെ പ്രത്യേകത. ബാഗിൻ്റെ കയ്യിൽ ബീഡ്സ് ഉണ്ടാവും, പിന്നെ ബീഡ്സ് ഉണ്ടാവും, പിന്നെ വെച്ചിട്ടുണ്ടാവും. ബാഗുകളിലൊക്കെ ബീഡ്സ് പിന്നെ അങ്ങനെ തുടങ്ങിയ കുറച്ച് സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അത് എൻ്റെ എല്ലാ ബാഗിൻ്റെയും പ്രത്യേകത യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബാഗ്, നാലാമത്തെ ബാഗ് കേട്ടോ. കുറേ ഐറ്റംസ് കൊള്ളുകയും ചെയ്യും, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. ഇത് സത്യം പറഞ്ഞാൽ അനിയത്തിക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത ബാഗ് കേട്ടോ. അത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, എനിക്കും അങ്ങനെയല്ലെങ്കിൽ പുതിയ ബാഗ് കിട്ടണം, പുതിയ മോഡൽ. ഇപ്പോൾ കുട്ടികൾക്ക് പുതിയ പുതിയ മോഡൽ വരുന്ന സമയത്ത് പുതിയത് എടുക്കണം എന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് പുതിയ മോഡൽ വന്നപ്പോൾ ഇതിങ്ങനെ അടിയിൽ പൊടിയും ഇട്ടൊക്കെ ആയി വരുന്ന സമയത്ത് ഞാൻ മെല്ലെ എടുക്കാൻ വേണ്ടിയിട്ട് അലക്കി എടുത്ത ബാഗ് കേട്ടോ.
ഇതിങ്ങനെ ബാക്കിൽ ഇടാൻ നല്ല സുഖം, വെയിറ്റ് ഇല്ല, എത്ര സാധനം ഇട്ടാലും നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പോയിട്ട് നല്ല അടിപൊളി ബാഗാട്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ 4ാമത്തെ അല്ല 5ാമത്തെ ബാഗ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ്. ഇതും അതേപോലെ തന്നെ വീട് കിട്ടിയ ബാഗ്. ഇതിൽ ആ കാപ്പി ബാഗിനെക്കാട്ടിലും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുണ്ടാകും. കുറേ ഐറ്റംസ് തന്നെ നമുക്കിതിൽ. അതേപോലെ ഒരു ബ്രഷ് ഉണ്ട്. ഇതിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗ് ആയതുകൊണ്ട് വിരുന്നൊക്കെ പോകുമ്പോൾ ബ്രഷൊക്കെ ആണ് ഉപയോഗിച്ചതാണ്. നല്ലൊരു യൂസ്ഫുൾ ആയ ബാഗ് കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടാകാൻ പറ്റും ബാഗ്. ഇതെന്നു വെച്ചാൽ മാമിൻ്റെ വീട്ടിൽ പോയപ്പോൾ മാമിൻ്റെ മോൻ മാമിൻ്റെ മോൻ എന്ത് ചെയ്തിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വാങ്ങിയ ബാഗായിരുന്നു. അതേപോലെ ഈ കുട്ടിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പുതിയ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാണില്ല. അങ്ങനെ ഞാൻ അടുത്തേക്കാണ് ഈ ബാഗ് അവിടെ കണ്ടത്. ഇത് കണ്ടതോടുകൂടി എൻ്റെ എല്ലാം പോയി. ഞാൻ വന്നത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അതിനെടുത്തുകൊണ്ട് വന്ന് അലക്കി വൃത്തിയാക്കിച്ച ബാഗ് കേട്ടോ. പിന്നെ പഴയതൊന്നും കയ്യിൽ എത്രയോ വർഷം കൊണ്ടത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് എല്ലാ ബാഗും കളക്ഷൻ പെട്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പോൾ എന്താ പറയുക, ബാഗ് കളക്ഷൻ കഴിഞ്ഞില്ല കേട്ടോ. ഒരു ബാഗും കൂടി ഉണ്ട്. അവിടെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആ വലിയ ബാഗൊക്കെ എടുത്ത് പോകുന്നതിന് പകരം ഈ ബാഗും കൊണ്ടാണ് പോകുന്നത്. ഇതും വീട് കിട്ടിയ ബാഗാണ്. എല്ലാം വീട് കിട്ടിയതായതുകൊണ്ട് റേറ്റും കാര്യങ്ങളൊന്നും ആരും ചോദിക്കരുത്. പിന്നെ ഞാൻ വാങ്ങിയ 2 ബാഗിൻ്റെ റേറ്റ് പറഞ്ഞുതരാം. ഒന്ന് മീഷോ എന്ന് വാങ്ങുന്നത് പറഞ്ഞ ബാഗിന് 300 സംതിങ് ഉണ്ട്. മറ്റേ ബാഗിന് 400 സംതിങ് കിട്ടും. ആ 2 ബാഗിൻ്റെ റേറ്റ് മാത്രമേ കയറി, വേറെ ഒന്നിൻ്റെ റേറ്റ് ചോദിക്കരുത്. അങ്ങനെ ഇത് നല്ല അടിപൊളി ബാഗ് കേട്ടോ. യൂസ് ചെയ്യാൻ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പോകാം. ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് യൂസ്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് എന്താ പറയുക ബാഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പം എല്ലാ ബാഗും എന്താ പറയുക പോവാണ്ട് വീട്ടിലിരിക്കുകയായതുകൊണ്ട് ബാഗിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലേ, അവിടെ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഡേ മൈ ലൈഫ് തന്നെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ട് ഒരു മടി ഉണ്ടാവില്ല എല്ലാവർക്കും. ആ ഒരു മടി മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്ത ബാഗാണ്. ഇതേപോലെ വെറൈറ്റി ഇതൊക്കെ കുറേ മുന്നേ കഴിഞ്ഞു ഇടാം. ഇതേപോലെ വെറൈറ്റി വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വരും എന്നുള്ള ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇടുന്നതിനെ കൂടെയാണ് താല്പര്യം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ബൈ.